ഹായ് ഗൈസ് ഹായ് ഗൈസ് സോ ഇന്നത്തെ വീഡിയോ നമ്മൾ മുമ്പ് കവർ ചെയ്ത പോലെ ചെറിയൊരു പ്രോഗ്രസ് ചെക്ക് എന്ന് പറയുന്ന രീതിയിലാണ്. ലൈക്ക് നമ്മൾ കവർ ചെയ്ത ടോപ്പിക്സ് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യുന്നു, ഒരു ക്വസ്റ്റ്യൻ ഒരു ഓപ്ഷണൽ ആൻസർ പോലെ ആകെ ഒരു 5 നമ്മൾ കൊടുക്കുന്നുള്ളൂ തൽക്കാലത്തേക്ക്. സോ നിങ്ങളത് കറക്റ്റായിട്ട് ആൻസർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്സ് ഒന്നും കൂടി വെരിഫൈ ചെയ്യുക, ഒന്നും കൂടി കവർ ചെയ്യുക. ഓക്കെ, സോ ഇപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ലൈക്ക് ഏതെങ്കിലും വേറെ വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വീഡിയോ വെച്ചിട്ട് നിങ്ങൾ ആ പെർട്ടിക്കുലർ ടോപ്പിക്സ് ഒന്ന് വെക്കുക. എന്നാൽ മാത്രമേ ജാവാസ്ക്രിപ്റ്റിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുള്ളൂ വർക്ക് പഠിക്കണമുണ്ട്. അല്ലെങ്കിൽ ഇതൊന്നും പഠിക്കാണ്ട് പോയി കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ മുമ്പത്തെ പറയണ പോലെ ലൈക്ക് നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻസ് വായിക്കുക, നിങ്ങൾ തന്നെ ആൻസർ ചെയ്യുക. സോ ഞാൻ തരുന്ന ടൈം ഓരോ ക്വസ്റ്റ്യൻസിനും തരുന്ന ടൈം പറ്റില്ല എന്നുണ്ടെങ്കിൽ, ലൈക്ക് മതിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് പോസ് ചെയ്ത ശേഷം ഒന്ന് ഗോ ത്രൂ ചെയ്യുക ക്വസ്റ്റ്യൻസൊക്കെ. ഓക്കെ, സോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഗോ ത്രൂ ചെയ്യുക, ആൻസർ ചെയ്യുക. ഓക്കെ, നിങ്ങളിത് ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ കറൻ്റ്ലി ഇപ്പോൾ തന്നെ ഞാൻ ആൻസർ പറയാം. ഓക്കെ, സോ എന്താണ് എവിടെയാണ് ഡാറ്റ ടൈപ്സ് വരുന്നത് എന്നുള്ളത്, ആക്ച്വലി എങ്ങനെയാണെന്നുള്ളത്. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് നമ്മുടെ ഡാറ്റ ടൈപ്പ് നമ്മുടെ കോഡിൽ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, എന്തിനാ ഡാറ്റ ടൈപ്പ് യു വർക്ക് വിത്ത് ഇൻ യുവർ കോഡ് ഈസ് ഫോർ ഡിഫറെൻറ്റ് ടൈപ്പ്. ആക്ച്വലി നമുക്ക് നമ്പറും ടെസ്റ്റിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റ ടൈപ്പായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് എ ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ നിങ്ങൾ ഗോ ത്രൂ ചെയ്യാം. സോ രണ്ടാമത്തെ ആൻസർ ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇത് ചോദ്യം സിമ്പിളാണ്. നിങ്ങൾക്ക് ഇതിലേത് സ്റ്റേറ്റ്മെൻറ്റാണ് നമ്പർ സ്റ്റോർ ചെയ്യണം, അത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം ആ നമ്പർ. സോ ഇത് സ്ട്രിങ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഒട്ടും യൂസ്ഫുൾ അല്ല. ഇവിടെ ഒരു കീവേഡ്, അത് കഴിഞ്ഞിട്ട് അടുത്ത കീവേഡ് യൂസ് ചെയ്യുന്നു, അതൊന്നും തെറ്റാണ് ആക്ച്വലി അങ്ങനെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് യൂസ് ചെയ്യുന്നത് നമ്പറാണ്. ആക്ച്വലി ഇത് സ്ട്രിങ് ആയിരുന്നു, ഇത് നമ്പറാണ്. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് സി ആണ് വരുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ നിങ്ങൾ ഗോ ത്രൂ ചെയ്യാം. സോ ഇത് നിങ്ങൾ ആൻസർ ചെയ്തെന്നിരിക്കുന്നു. ഈ 30 സെയിം ആസ് 30 എന്ന് വെച്ചപ്പോൾ അല്ല, ഇത് നമ്പറാണ്, ഇത് സ്ട്രിങ് ടൈപ്പുമാണ്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ വരുന്നത് സി ആണ് വരുന്നത്. ഓക്കെ, ഇനി ഫോർത്ത് വൺ നിങ്ങൾ ഗോ ത്രൂ ചെയ്യുക. സോ ഫോർത്ത് നിങ്ങൾ ഗോ ത്രൂ ചെയ്തിരിക്കണോ. ഇത് എറർ അടിക്കാത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് നിങ്ങൾ നോക്കുന്നത്. സോ ഇവിടെ കോൺസ്റ്റ് എന്ന് ഡിഫൈൻ ചെയ്തിട്ട് തിരിച്ച് കോൺസ്റ്റിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്താൽ എറർ അടിക്കും. കാരണം കോൺസ്റ്റ് വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, നമ്മൾ മുമ്പ് പറഞ്ഞു. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കോൺസ്റ്റിൽ വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്, ഇവിടെയും ചേഞ്ച് ചെയ്യുന്നുണ്ട്. കോൺസ്റ്റ് എൻ്റെ ഇത് വേരിയബിളിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ ഇവിടെ കോൺസ്റ്റ് ആണ്, എറർ അടിക്കും. അതുകൊണ്ട് ഇതാണ് വരുന്നത്. ഇതിൽ ആൻസർ വരുന്നത് ബി ആണ് വരുന്നത്. എറർ ഇല്ലാത്ത കോഡ് ബി ആണ് വരുന്നത്. ഇനി ഫിഫ്ത്ത് നിങ്ങൾ ഗോ ത്രൂ ചെയ്യുക അതേപോലെ. ഓക്കെ, സോ ഫിഫ്ത്ത് നിങ്ങൾ ഗോ ത്രൂ ചെയ്തെന്ന് വിചാരിക്കണം. സോ വുഡ് യു എക്സ്പെക്ട് ദിസ് കോഡ്, ഈ എഴുതിയ കോഡ് വർക്കാവോ ഇല്ല എന്നാണ് ചോദിക്കുന്നത്. ആക്ച്വലി ഈ കോഡ് വർക്കാവും. ഓക്കെ, ഇവിടുന്ന് നമുക്ക് സ്ട്രിങ് ആയിട്ട് അസൈൻ ചെയ്തിട്ട് അതിന് വേറെ ഇൻറ്റീജറാക്കി കൊടുക്കാനും പറ്റും, വേണമെങ്കിൽ ബൂളിയൻ ആക്കി മാറ്റാനും പറ്റും ഇതേ വേരിയബിളിൽ തന്നെ. അതാണ് വീക്ക്ലി ടൈപ്പ്ഡാണ് ജാവാസ്ക്രിപ്റ്റ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഡാറ്റ ടൈപ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും പെർട്ടിക്കുലർ വേരിയബിളിന്. നമുക്ക് സ്ട്രിങ് ആയിട്ട് കൊടുക്കാം, പിന്നെ നമ്പറായിട്ട് കൊടുക്കാം, പിന്നെ ബൂളിയൻ ആയിട്ട് കൊടുക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻകറക്റ്റ് ആൻസർ എന്തെങ്കിലും വന്നുവെങ്കിൽ കറസ്പോണ്ടിങ് ടോപ്പിക്ക് നിങ്ങൾ പ്ലീസ് ഗോ ത്രൂ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ലോട്ട്, ബൈ.